നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദിയിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് 1348 പുതിയ കോവിഡ് രോഗികളിൽ 422 പേരും മക്ക പ്രവിശ്യയിലാണെന്ന റിപ്പോർട്ട്. രാജ്യത്താകെ 987 രോഗമുക്തിയും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം 4,42,071, ആകെ രോഗമുക്തരുടെ എണ്ണം 4,25,677 പുതുതായി 14 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ മരിച്ചവരുടെ എണ്ണം 7,278 9,593 പേർ വിവിധ ആശുപത്രികളിലും മറ്റുമായി നിലവിൽ ചികിത്സയിൽ കഴിയുന്നു. ഇവരിൽ 1,348 പേരുടെ നില ഗുരുതരമാണ്. ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.29%, മരണനിരക്ക് 1.69%. UAE കഴിഞ്ഞ ദിവസം 1,672 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1,630 പേർ സുഖം പ്രാപിച്ചപ്പോൾ 4 കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 2,24,002 പരിശോധനകളിൽ നിന്നാണ് പുതിയ കോവിഡ് രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം UAE-യിൽ 5,89,291 പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 5,39,161 പേർ ഇതിനോടകം രോഗമുക്തരാകുകയും 1,658 പേർ മരണപ്പെടുകയും ചെയ്തു. ബഹ്റൈനിൽ ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തത് 2,766 കോവിഡ് കേസുകൾ. 1,535 പേർ രോഗമുക്തരായി. 18 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കോവിഡ് മരണനിരക്കിൽ വൻ വർധനമാണ് ഇന്നലെ ഉണ്ടായത്. 7 സ്വദേശി പുരുഷന്മാരും 4 സ്വദേശി സ്ത്രീകളും 3 പ്രവാസി പുരുഷന്മാരും 4 പ്രവാസി സ്ത്രീകളുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണം 866. പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 1,071 പേർ പ്രവാസി തൊഴിലാളികളാണ്. 2,23,613 പേർക്കാണ് രാജ്യത്ത് ആകെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 1,98,220 പേർ രോഗമുക്തി നേടി. 24,527 കോവിഡ് രോഗികളാണ് നിലവിൽ രാജ്യത്തിലുള്ളത്. അബുദാബിയിലെ സർക്കാർ സ്ഥാപനങ്ങളിലും കമ്പനികളിലും 60% ജീവനക്കാരെ അനുവദിക്കാൻ അനുമതി നൽകി. നേരത്തെ 30% ഇപ്പോൾ 60% ഉയർത്തിയത്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരം തുടരുമെന്നും അബുദാബി ദുരന്ത നിവാരണ സമിതി അറിയിച്ചു. മെയ് 30 മുതൽ പ്രാബല്യത്തിൽ വരും. നിശ്ചയദാർഢ്യ വിഭാഗക്കാർ, ഗർഭിണികൾ, ഓൺലൈൻ പഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ, അതായത് 10ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവർക്കും വീട്ടിലിരുന്ന് ജോലി തുടരാം. വാക്സിൻ എടുക്കാത്ത ജീവനക്കാർ ആഴ്ചയിൽ കോവിഡ് പരിശോധന നടത്തണം. കേരളത്തിൽ നിന്ന് ഹജ്ജിന് അപേക്ഷ നൽകിയ ഒട്ടേറെ പേർക്ക് ഇത്തവണ അവസരം നഷ്ടപ്പെടുമെന്നാണ് റിപ്പോർട്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണം സൗദി അറേബ്യ വെട്ടിക്കുറച്ചതാണ് കാരണം. ഇന്ത്യയിൽ നിന്ന് മൊത്തം 5,000 പേർക്ക് മാത്രമാണ് അവസരം ലഭിക്കുക. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ 47 വിദേശികൾക്ക് മാത്രമാണ് ഹജ്ജിന് അനുമതി നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് 5,000 പേർക്കായിരിക്കും അവസരം. കഴിഞ്ഞ തവണ 1,75,000 പേർ ഹജ്ജ് ചെയ്ത ഇടത്താണിത്. കേരളത്തിൽ 6,506 പേരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി അപേക്ഷ നൽകിയത്. ഇതിൽ ഭൂരിഭാഗം പേർക്കും അവസരം നഷ്ടപ്പെടും. 500 പേർക്ക് മാത്രമായിരിക്കും അവസരമെന്നാണ് കരുതുന്നത്. ഇത് സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ വ്യക്തത വരും. ദുബായ് എയർപോർട്ടിലെ ഫാസ്റ്റ് ട്രാക്ക് ബയോമെട്രിക് പാസ്പോർട്ട് നിയന്ത്രണ സംവിധാനത്തിലൂടെ യാത്രക്കാർക്ക് 9 സെക്കൻഡിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അധികൃതർ. എയർപോർട്ടിലെ ഡിപ്പാച്ചർ, അറൈവൽ ഭാഗത്തുള്ള 122 സ്മാർട്ട് ഗേറ്റുകളിൽ പുതിയ ബയോമെട്രിക് സംവിധാനം ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി പറഞ്ഞു. ദുബായിൽ നടക്കുന്ന എയർപോർട്ട് ഷോയിലെ എയർപോർട്ട് സെക്യൂരിറ്റി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നു മുതൽ ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശാൻ സാധ്യതയെന്നും മുന്നറിയിപ്പ് നൽകി ഖത്തർ കാലാവസ്ഥാ വകുപ്പ്. 3 ദിവസത്തേക്ക് പൊടിക്കാറ്റിന് സാധ്യതയുള്ളതിനാൽ വാഹനങ്ങളുടെയും വീടുകളുടെയും ജാലകങ്ങൾ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മണിക്കൂറിൽ 22 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. തന്മൂലം തുറസായ പ്രദേശങ്ങളിൽ വൻതോതിൽ പൊടിപടലം ഉയരാൻ ഇത് കാരണമാകും. ചില പ്രദേശങ്ങളിൽ കാറ്റ് മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത പ്രാപിച്ചേക്കാം. കാറ്റ് മൂലം ഇന്നു മുതൽ ശനിയാഴ്ച രാത്രി വരെ കടലിൽ ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. ഇക്കാലയളവിൽ സമുദ്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകൾ പിന്തിരിയണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. വിദേശത്ത് നിന്ന് ബഹ്റൈനിലേക്ക് വരുന്നവർക്കുള്ള നിബന്ധനകൾ തിങ്കളാഴ്ച മുതൽ പുതുക്കിയിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ 5 രാജ്യങ്ങളെ റെഡ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഞായറാഴ്ച മുതൽ നടപ്പാക്കിയ നിയന്ത്രണങ്ങൾ തുടരും. റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ബഹ്റൈൻ പൗരന്മാർക്കും റെസിഡൻസ് വിസ ഉള്ളവർക്കും മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന GCC പൗരന്മാർക്കും കഴിഞ്ഞ ഉത്തരവിൽ പ്രവേശനം അനുവദിച്ചിരുന്നു. എന്നാൽ പുതിയ ഉത്തരവിൽ അവരെ ഒഴിവാക്കിയിട്ടുണ്ട്.
പ്രവാസികൾക്കുള്ള വിവിധ സേവനങ്ങൾക്ക് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് സംവിധാനം ആരംഭിച്ചു. കോൺസുലേറ്റ് പുറത്തിറക്കിയ ഇന്ത്യ ജൻജിദ്ദ എന്ന മൊബൈൽ ആപ്പ് വഴിയാണ് സേവനം ലഭ്യമാകുക. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുമായി ഓൺലൈൻ കൂടിക്കാഴ്ച നടത്താൻ ആപ്ലിക്കേഷൻ പ്രവാസികൾക്ക് സഹായകമാകും. കോൺസുലേറ്റ് സന്ദർശിക്കാതെ തന്നെ ഇന്ത്യൻ പ്രവാസികൾക്ക് കോൺസുലേറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് പുതിയ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിദൂര പ്രദേശങ്ങളിലുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് കോൺസുലേറ്റിൽ നേരിട്ടെത്തുന്നത് പ്രയാസകരമായതിനാൽ പുതിയ സേവനം ഏറെ ആശ്വാസകരമാകുമെന്ന് കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.